വർഷങ്ങളായി പ്രവാസ ലോകത്തുള്ള ആളുകളുടെ അനുഭവങ്ങളും അറിവുകളും നമുക്കും കൂടി ലഭിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പര്യടനത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് റിയാദിൽ 44 വർഷമായിട്ടുള്ള കൊടുവള്ളി മദ്രസ ബസാറിലെ PTA ഖാദർ സാഹിബാണ്. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് പ്രവാസ ലോകത്ത് ഇടപെടുന്ന, പ്രത്യേകിച്ച് റിയാദിൽ ഇടപെടുന്ന ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 4.5 പതിറ്റാണ്ടോളമായി ഈ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, 44 കൊല്ലമായി റിയാദിൽ. യെസ്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ നാട്ടിൽ പഠനവും കാര്യങ്ങളും കഴിഞ്ഞ് മറ്റൊരു ജോലിയോ കാര്യമോ കിട്ടാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഉറുദു അധ്യാപക പരീക്ഷ പാസ്സായ ആളായിരുന്നു. അന്നത്തെ കാലത്ത് 1970 കാലഘട്ടത്തിൽ 77 പ്രീ ഡിഗ്രി ഉണ്ടോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയുടെ കാലത്ത്. ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ജോലിക്ക് വേണ്ടി പല ശ്രമം നടത്തി. അന്ന് നമ്മുടെ ജാഫർ അത്തോളി അയാൾ ഉണ്ട്. ജാഫർ അത്തോളിക്ക് സംസാരിച്ച സമയത്തായി ഞാൻ ജോലി അന്നൊക്കെ അന്വേഷിച്ചിൽ മൗത്തായിട്ടുണ്ട് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജാഫർ അത്തോളി സാഹിബിനെ കണ്ടപ്പം അയാൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അതിലകം ഭാരത സ്കൂളിൽ അവസരമുണ്ട്, മൂപ്പർ ചന്ദ്രകണ്ഠ ലേഖനായിട്ട് കണ്ണൂർ താമസിക്കുകയാണ്. അങ്ങനെ പിന്നെ അവിടെ പോയി അഹമ്മദ് സാഹിബ് വന്ന് ഇവിടെ ഇലക്ഷൻ ജയിച്ച സമയത്തായിരുന്നു, കൊടുവള്ളി. അങ്ങനെ അഹമ്മദ് സാഹിബിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ഒരു കത്തൊക്കെ വാങ്ങിയിട്ട് പോകണം ചോദിച്ചപ്പോൾ അഹമ്മദ് സാഹിബ് കാണാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചങ്ങനെ സ്കൂളിൽ പോയി. അങ്ങനെ അവിടെ പോയിട്ട് നോക്കുന്ന സമയത്ത് അന്ന് മാനേജ്മെൻറ്റിൽ അന്നത്തെ റേറ്റ് ഒരു അധ്യാപകൻ 5000 രൂപ. 5000 രൂപ കൊടുത്തെങ്കിൽ മാത്രം നമുക്കൊരു ജോലി ഡെപ്പോസിറ്റ് മാനേജ്മെൻറ്റ് സ്കൂളിൽ തിരിച്ചു കിട്ടുന്നില്ല, നമുക്ക് ഗവൺമെൻറ് ഡെപ്പോസിറ്റ് കിട്ടാം. അങ്ങനെ അതുമായിട്ട് ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കുന്ന സമയത്ത് പിന്നെ അവർ പറഞ്ഞ 5000 രൂപ വേണം, മറ്റന്നാ കാശ് എത്തിയെങ്കിൽ തരാം. ഞാൻ 2 ദിവസം കൂടി ചോദിച്ച് വാങ്ങിച്ചു. പക്ഷേ ഒരു അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്ത് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് അത് കഴിഞ്ഞ് നാട്ടിൽ അറിയിക്കാൻ മാർഗമല്ല, കാരണം ഫോണോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ബസ്സിൽ കയറിയിട്ടാണ്. ബസ്സിൽ കയറിഞ്ഞാൽ പിന്നെ ഒരു 10 മണിക്കൂറൊക്കെ കോഴിക്കോടെത്തണം. 10-12 മണിക്കൂർ കോഴിക്കോട്, പിന്നെ കോഴിക്കോട് കൊടുവള്ളിലെത്തി ഒരു ദിവസം അധ്വാനമാണ്. അങ്ങനെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു വീട്ടിൽ നിന്ന് ഒരു കാശൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനമൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ പലരും സാമ്പത്തികമായിട്ട് പലയിടത്തും ബാപ്പ അങ്ങനെ പോയി നോക്കിയപ്പോൾ അതിന് ഇപ്പോൾ ഇവിടെ ബാപ്പയ്ക്ക് അന്ന് 500 രൂപ വരിയിട്ടില്ല, 500 രൂപ അവർ വാഗ്ദം ചെയ്ത്. പിന്നെ നമ്മുടെ അരിയിൽ മൂസക്കാന്നൊരാളുണ്ട്, കേടറി 500 രൂപ മൂപ്പരും പറഞ്ഞു. അങ്ങനെ ബാക്കി സാമ്പത്തികമായിട്ട് ഇങ്ങനെ നടത്തുന്ന എല്ലാ കാര്യങ്ങളും നോക്കി ഇമ്മൻ്റെ കുറച്ച് സ്വർണവും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ആ കാശ് സംഘടിപ്പിച്ച് പകുതിയാകുമ്പോഴേക്ക് തന്നെ ഞാൻ പോയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് അഡ്വാൻസ് ആയിട്ട് പോയി. അതിന് പോയി അവിടെ എത്തി. പിറ്റേ അടുത്തുമ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞ് അവിടെ എത്തി. പിന്നെ പള്ളിയിൽ താമസിച്ചു. അങ്ങനെ സ്കൂളിൽ പോയി പറഞ്ഞത് ആരോ ബുക്ക് ചെയ്തിരിക്കുന്നു, അപ്പോൾ കൊടുത്തുപോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വളരെ വിഷമത്തോടെ നാട്ടിൽ വന്നിങ്ങനെ നാട്ടിലിങ്ങനെ പാരാന്ന് നടക്കും രാഷ്ട്രീയത്തിൽ. പിന്നെ ഓരോരോ കലാ പരിപാടികൾ ഉണ്ടായിരുന്നു അവിടെ. കൊടുവള്ളി യുവാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാർമ്മിക അങ്ങൊന്നും നീറ്റില്ല. നമ്മുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വായനശാല, പിന്നെ അതുകൊണ്ട് തന്നെ ഒരു മനീഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഷട്ടിൽ കോക്ക് ടൂർണമെൻറ്റ്, ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഗാനമേള, പരിപാടികളൊക്കെ സംഘാടനം അതുമായിട്ടുള്ള നക്കാരണം. നമ്മൾ മറ്റേ റഹ്മാന നെടുമുടി വീണ് കൊടുവള്ളി കൊടുങ്ങളാണ് ആ കാലത്ത്. കാരണം മീശ പൊളിച്ചിട്ടില്ല കാലത്ത്. അങ്ങനെ ആ ഒരു കാലഘട്ടമാണ്. അന്നത്തെ സുഹൃത്തുക്കൾക്കൊന്ന് പലരും ഈ പദവി രസിക്കാറുണ്ട്. കാരണം സ്വന്തമായിട്ടൊരു 10 രൂപ അല്ലാത്തവർ അന്ന് 1500 രൂപ മുടക്കി വലിയ പരിപാടി നടത്തിയൊക്കെ സംഭവമായിരുന്നു. അതൊക്കെ നാട്ടിൽ പരിപാടി എന്നറിയാം. അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ വിസ തേടി ഒരു 1-2 വിസേൻ്റെ കാര്യം ഫെയിലായി. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങോട്ട് വന്നു. ജ്യേഷ്ഠൻ വന്നതിന് ശേഷം പിന്നെയാണ് എനിക്ക് ഫ്രീ സൈ കിട്ടി വരുന്നത്. ഫ്രീസിലാണ് വരുന്നത്. ഫ്രീസിൽ വന്നാൽ ഞാൻ ടൈപ്പ് റൈറ്റിങ്, ലോവർ ഹെയർ ഒക്കെ അന്ന് മെഷീൻ പഠിച്ചത്, അത് പാസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വന്ന് ഇവിടെ നമ്മൾ ദുർമേര ഇങ്ങനെ വന്ന് യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? ബോംബെ പോയിട്ട് കയറി? ബോംബെയിൽ വന്നു. അത് കോഴിക്കോട് നിന്ന് ഞങ്ങൾ 20 പേരാണ് വന്നിരുന്നത്. കോഴിക്കോട് നിന്ന് ട്രെയിനിൽ ബോംബെയിൽ വന്നു. ബോംബെയിൽ വന്ന് 2 ദിവസം അടുത്ത് ബോംബെയിൽ നിന്ന് സൗദി ഫ്ലൈ. ഞാൻ സൗദി മാത്രമേ ഉള്ളൂ. സൗദി ഫ്ലൈ നമ്മൾ റിയാദിൽ സുലൈമാൻ എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. പഴയ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഇവരൊക്കെ വന്ന് കൂട്ടി വന്ന് ഷിഫാൽ, ബിനമാറിൻ്റെ
മൂപ്പരൊക്കെ മടശ്ശൂർ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചു. പിന്നെ അങ്ങനെയാണ് പിന്നെ ഇക്കാമ കിട്ടി ഇങ്ങനെ ജോലി ഇങ്ങനെ തെരഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ കുറച്ച് പണി കിട്ടി. കുറച്ച് അത് സപ്ലയറും ക്ലീനൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് അവരുടെ പുറത്താക്കി. എത്ര കാലത്തിന് ശേഷമാണ് ഫസ്റ്റത്തെ ഒരു ജോലി കയറുന്നത്? ഒരു 20 ദിവസം കഴിഞ്ഞാറാ നിൽക്കാൻ പറ്റിയൊക്കെ. അത് കിട്ടിയപ്പോൾ പിന്നെ എൻ്റെ യോഗ്യത കൊണ്ടായിരിക്കും അവർ പിരിച്ചു വിട്ടു ഹോട്ടലിൽ 2 ദിവസം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ റിയാദിൽ, അപ്പോൾ അവിടെ വരുന്നവരൊക്കെ പറയും ഇങ്ങനെ. അപ്പോൾ എനിക്കിങ്ങനെ അന്ന് ഞാൻ ഭയങ്കര ക്വാളിഫൈഡ് ആണ്. അന്നൊരു ലോവർ ഹെയറൊക്കെ കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിംഗ് കഴിഞ്ഞ ഒരാളെന്ന് പറഞ്ഞാൽ അന്നത്തെ ക്വാളിഫിക്കേഷൻ അങ്ങനെ അവിടെ വന്ന് അന്ന് പിന്നെ റിയാദിൻ്റെ ഇവിടെ വന്ന് പലതും താമസിച്ചു. അങ്ങനെ എനിക്ക് ഒരു ചുറ്റി പറഞ്ഞൊരു ഏത് വർഷങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങണം? 1982 ജൂലൈ. ഓക്കെ. അപ്പോൾ വന്നിറങ്ങണ അന്നത്തെ റിയാദിൻ്റെ ഒരു കോലം എന്താണ്? റിയാദിൻ്റെ കോലം എന്ന് പറഞ്ഞാൽ റിയാദിൽ ഇവിടെയായിരുന്നു, പിന്നെ സുലൈമാൻ എയർപോർട്ടിൽ നിന്നു ആ ചുറ്റുവട്ടത്തിൽ ഉള്ള സ്ഥലങ്ങൾ റോഡൊക്കെ കാലിയാണ്, ബിൽഡിങ്ങുകളൊന്നും ഇല്ല, തരിശു ഭൂമികൾ. എയർപോർട്ടിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അന്ന് അക്കാര ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ, അത് പൊളിച്ച് പോയിട്ടു. അത് കഴിഞ്ഞപ്പോൾ നാഷണൽ ഹോസ്പിറ്റലിന് ആ ഭാഗത്ത് ഉണ്ടെന്നേ ഉള്ളൂ, അപ്പം ചെറിയൊരു ക്ലിനിക്കാണ്. പിന്നെ ഈ ബത്താദീരയാണ് പിന്നെ തിരക്കെടുത്ത് മെയിൻ ഏരിയകൾ ആളുകളൊക്കെ വന്ന് അവിടെ സിസ്റ്റം. അതെ അതായിരുന്നു, അങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഹോട്ടലിൽ നിന്ന് പോയിട്ട് പിന്നെ ജോലി എന്ന് പറയാൻ എനിക്ക് ഇവിടെ ഒരു സ്ഥലത്ത് കിട്ടി. ഇങ്ങനെ അന്ന് മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, ഫോണില്ല, ഇങ്ങനെ പലരോടും ഇറങ്ങി നടന്ന് ചോദിക്കണം. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ നാഷണൽ ഹോസ്പിറ്റലിൽ ഒരു ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ടോ. അങ്ങനെ ഞാൻ ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഞാൻ ഇവിടെ വന്ന സമയത്ത് പിന്നെ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് മറ്റേ ലോക്കൽ ഇതിലടിച്ചത് മാനുവൽ. ഇവിടെ വന്ന് ഇലക്ട്രിക്കലായിരുന്നു മെഷീൻ. അവിടെ വന്ന് എന്നോട് ചോദിച്ചിങ്ങനെ ടൈപ്പിന് ചോദിക്കും. അപ്പോൾ ഞാൻ ഇത്ര സ്പീഡ്, അപ്പോൾ എനിക്കന്ന് ഒരു മിനിറ്റിൽ എനിക്കൊരു 60 വേർഡ് അടിക്കാൻ കഴിയും. ഹൈ സ്പീഡ് ലോവർ ബസ് അത്ര സ്പീഡ് അടിക്കാൻ കഴിയും. അപ്പോൾ നല്ല കോൺഫിഡൻസാണ് പോയത്. അങ്ങനെ പോയി നോക്കുന്ന സമയം അവിടെ ആളുടെ ഇലക്ട്രോണിക്കാണ്. ഇത് കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. കമ്പ്യൂട്ടർ അല്ല, ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അതിൻ്റെ ഒരു ബോളായിരുന്നു. നിങ്ങളെ കണ്ടുകൊണ്ട് തോന്നില്ല? ഞാനത് മുമ്പത്തെ എൻ്റെ ഒരു മ്യൂസിയത്തിൽ പോയപ്പോൾ കണ്ടു. അവർ ബോർഡ് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ ടൈപ്പ് ചെയ്താൽ അത് ഒരു അക്ഷരം തെറ്റിപ്പോയാൽ അത് റിവൈസ് അടിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്താൽ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ പേപ്പർ മൊത്തം മാറ്റിയിട്ട് പിന്നെ അടിക്കണം. കമ്പ്യൂട്ടർ ഇല്ല, കമ്പ്യൂട്ടർ 85 ഉണ്ടാകും. അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങനെ എനിക്ക് മെഷീൻ പേപ്പർ കയറ്റുന്ന അറിയാത്തിന് ഫിലിപ്പീനെ കാണിച്ചു തന്നു, എങ്ങനെ ഹൗ ടു ഫീഡ് അങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഇങ്ങനെ ഞാൻ കയറി. അപ്പോൾ ഞാൻ അടിക്കാൻ ഒരു ലെറ്റർ തന്നവന് അടിക്കാൻ. അപ്പോൾ ഞാനതിൽ നോക്കി ഇത് വെച്ചതിന് ശേഷം അടിക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ടു ദി മേലെ തന്നെ അടിക്കേണ്ടത്. അപ്പോൾ ടീ തെറ്റോ ടീ എന്നങ്ങ് പോയി കുറേ ടീ, ഒരു 26 ടീ. അയ്യോ ഞാൻ പേടിച്ചു. രണ്ടാമത് ഓനോട് പറഞ്ഞു ഈ അറിയില്ല ഇതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ വന്ന് ചോദിച്ചിട്ട് ഇത് ബട്ടൺ ഞെക്കിയിട്ട് പേപ്പർ തിരിക്കുന്ന സംവിധാനം തിരിച്ചാക്കി രണ്ടാമത് അടിച്ചു. അതേ സമയം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ പ്രിന്റ് ആയിട്ട് വരൂലേ? ഉണ്ട്, പേപ്പറിൽ വരും, പക്ഷെ ട്രൺ ഭയങ്കര സ്പീഡ് സാധനമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് അത് നമുക്ക് പിന്നെ 2-3 ലൈൻ അടിച്ചു. ഞാൻ ഫിലിപ്പീൻ ഇങ്ങനെ കടലാസ് എടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്ത് അവൻ എഴുതി പുവർ ടൈപ്പിസ്റ്റ്. അത് ഞാൻ കാണാം, പുവർ ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെന്താ എഴുതി ഒപ്പിടുത്തി മേലെടുത്ത് കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പാവപ്പെട്ട ടൈപ്പിസ്റ്റ് ആണല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ എഴുതി. അപ്പോൾ അവിടെ പുവർ ക്വാളിഫൈഡ് എന്നാണ്. അപ്പോൾ എന്നോട് വാങ്ങി നോക്കി. ഓക്കെ എൻ്റെ അഡ്രസ്സ് ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ അയാളും ആ മാനേജർ സൗദിയാണ്. അപ്പോൾ അയാളും ഞാൻ ക്വാളിഫൈഡ് അല്ല എന്നോട് പറഞ്ഞില്ല. ഓക്കെ ഞാൻ അറിയിക്കാം, വിളിക്കാൻ എൻ്റെ PV നമ്പർ ഏതാണെന്ന് വെച്ചപ്പോൾ കത്ത് വരില്ല. അത് പിന്നെ ഞാൻ കത്തയക്കാന്ന് എൻ്റെ PO ബോക്സ് നമ്പർ കൊടുത്ത് PO ബോക്സ് നമ്പർ കൊടുത്തിട്ട് ഞാൻ പോയതാണ്. അപ്പം ഞാൻ പോയാലൊക്കെ ചോദിക്കും. അപ്പം ഒരുപാട് മലയാളികളുടെ ഞാനാണ് ഇത് പോയത്. എന്താ ഇൻ്റർവ്യൂ കഴിഞ്ഞു, പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിക്കാം അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് യാതൊരു വരില്ല, 15 ദിവസം കഴിഞ്ഞ്. പിന്നെ ഞാനിങ്ങനെ അവിടുന്ന് അന്ന് റിയാലും മതി. ഷിഫേന്ന് ബസ് വളരെ കുറവാണ്, പക്ഷെ ബസ്സിന് ആളില്ല. പക്ഷെ അന്ന് പിക്കപ്പ് വണ്ടികളാണ്, ടാക്സി 1 റിയാൽ മതി. ഇവിടെ വന്ന് ഇങ്ങനെ നാഷണൽ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ സ്ഥലത്ത് വന്ന് പിന്നെ എനിക്ക് കത്തൊന്നും വന്നിട്ടില്ല, എന്താ കാരണമെന്ന്. യു അൺക്വാളിഫൈഡ്. ഞാൻ ആദ്യം കേട്ട് ഇംഗ്ലീഷ് വേർഡാ.
യു ആർ അൺക്വാളിഫൈഡ്, എനിക്ക് അങ്ങനെ പണിയിട്ടാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് പരിപാടി പൊട്ടിക്കിടക്കാറ്. അങ്ങനെ പിന്നെ റൂമിലിരിക്കും, പലരോടും ചോദിക്കും, അങ്ങനെ കറങ്ങി അങ്ങനെ ജോലി കിട്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത് കിട്ടി. പിന്നെ അങ്ങനെ കിട്ടി. നിങ്ങളൊക്കെയാണ് ഇവിടെ KMCC ഒക്കെ സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. അന്ന് ചന്ദ്രയ ഡിസ്ഫോറ എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ മറ്റ് KMCC ആയിട്ടില്ല. KMCC ആയി വരുന്നത് 1986-ലാണ്. അതായത് മുസ്ലിം ലീഗിലെ അഖിലേന്ത്യാ വിഭാഗവും ഔദ്യോഗിക വിഭാഗവും. അതായത് സേതുമാധവ തങ്ങളും CHന്റെ അത് രണ്ട് യോജിച്ചതിന് ശേഷമാണ് KMCC ആകുന്നത്. അങ്ങനെ KMCC ആകുന്ന അന്ന് അഖിലേന്ത്യാ ലീഗുകാരുടേതായിരുന്നു KMCC. ചന്ദ്രയുടെ ഡിസ്ഫോറും CH മുസ്ലിം ലീഗ് അങ്ങനെ അത് കയറി വന്നത്. അപ്പോൾ പിന്നെ അത് ലയിച്ചതിന് ശേഷം ഇവിടെ മീറ്റിംഗ് കൂടി അങ്ങനെ അതിൻ്റെ അനുരചന സംഭാഷണമൊക്കെ പങ്കെടുത്തിട്ട് അങ്ങനെയാണ് കമ്മിറ്റി ആകുന്നത്. അന്ന് കമ്മിറ്റി ആണെന്ന് വെച്ചാൽ പിന്നെ ഒന്നും സൗകര്യങ്ങളില്ല, പലർക്കും ജോലി ഉണ്ടെങ്കിൽ ആരെ എവിടെ കണ്ടെന്ന് അറിയില്ല, കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഈ ബത്തേരി വെള്ളിയാഴ്ച കൂടുന്ന ഒരു സർക്കിൾ ആ സർക്കിൾ വെച്ച് നമ്മളെ പരിചയപ്പെടുന്ന ആരൊക്കെ നാട്ടിൽ പോയാലും നാട്ടിൽ നിന്ന് വന്നവരെ കാണാൻ വരും. അപ്പം നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ പോകും. അവിടെ മദ്രസയിലെ മുസ്ലിം മുലാരാളും പള്ളിയിലെ ആള് മാറിയിട്ടുണ്ടോ, പിടക്കച്ചവടം മാറിയിട്ടുണ്ടോ. ഈ കോളൊക്കെ എങ്ങനെയാണ്? കോളില്ല അന്ന് നാട്ടിലെ കോളി കത്ത് മാത്രം, കത്ത് എഴുതി കൊടുത്തേക്കാൻ. എത്ര സമയം പിടിക്കും? കത്തിന് ഒരു 6-7 ദിവസം നാട്ടിൽ കിട്ടും. പിന്നെ അവർ വായിച്ചിട്ട് പിന്നെ അവർ ഇങ്ങോട്ടേക്കും ഒരു മാസം വീട്ടിൽ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് വലിയൊരു ഇതായി വന്നു വെച്ചാൽ പിന്നെ ഈ ടൈപ്പ് റെക്കോർഡുകളൊക്കെ പല റൂമിൽ വാങ്ങിയിരിക്കും. അപ്പം നമുക്ക് നമ്മളെ ശബ്ദമൊക്കെ നേരെ കേൾക്കാൻ വേണ്ടി നമുക്കൊക്കെ നമ്മളെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ പിന്നെ ഒരു കാസറ്റ് വാങ്ങിക്കേണ്ടി വന്നിട്ട് ഡബിൾ സ്വിച്ച് റെക്കോർഡ് ചെയ്തിട്ട് അത് നമ്മൾ ഈ കത്ത് തന്നെ അയക്കുമ്പോൾ അമ്മയൊക്കെ പറയായിരുന്നോ സൗണ്ട് കേട്ട്. അപ്പം പലരും ഇത് ചെയ്യലൊടിയപ്പോൾ അത് നമ്മൾ കോപ്പി അടിച്ചു. ടൈപ്പ് റെക്കോർഡ് എടുത്തുകൊണ്ടിട്ട് നമ്മൾ കഥകൾ പറയും. പക്ഷെ ഒരു നമുക്ക് അറിയേണ്ട ഭക്ഷണം കഴിച്ചോ അസുഖം ഉണ്ടോ ഒക്കെ ചോദിക്കണം. അപ്പോൾ അന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നോ ഇതിങ്ങനെ എപ്പോൾ ഇതെന്താ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ നമ്മളൊരു പാരന്റ് ആയപ്പോൾ നമുക്ക് തോന്നുന്നത് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ 89-ലാണ്. നാല് കുട്ടികൾ. മൂത്തവന് മുഹമ്മദ് അൻഷൽക്ക്, അവന് അബുദാബിയിലെ എയർപോർട്ടിൻ്റെ ഓപ്പറേഷൻ മാനേജറാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇരട്ട കുട്ടികളെ, അതിൽ ഒരു മോള് പിന്നെ അൻഷിത ഡോക്ടറാണ്, കോഴിക്കോട് ജനിച്ചത്. പിന്നെ അവളെ തുണയുള്ളത് EMRക്കിന് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു, ഇറ്റലിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ശേഷമുള്ളത് മുഹമ്മദ് അഷ്ഫാഖ്, ഇളയമാൻ, അവനാണ് ഇപ്പോൾ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു മക്കളൊക്കെ എല്ലാ അർത്ഥത്തിലും? അത് ഇവിടെ അർത്ഥം വെച്ചാൽ ഇവിടെ നമുക്ക് ആ സൗകര്യത്തിനനുസരിച്ച് അന്നത്തെ വരുമാനത്തിനും സൗകര്യത്തിനും നമ്മൾ അതുമായിട്ട് ഇണങ്ങിച്ചേർന്ന് കൊണ്ട് നിന്നു. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു, അവർക്ക് നന്നായി പഠിക്കുന്നവരായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു വൈഫ് കൂടെ തന്നെ ഉണ്ടല്ലോ? വൈഫ് കല്യാണം കഴിച്ച ആദ്യത്തെ വൈഫ് വന്നിട്ടുണ്ട്. വൈഫ് നമ്മുടെ നാട്ടുകാരി തന്നെയാണ്. കൊടുവള്ളി നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പ്രേമായിരുന്നു. കല്യാണം കഴിഞ്ഞ വെച്ചാൽ പ്രേമിച്ചത്. ലോകം മൊത്തം ഒരു വലിയ യുദ്ധത്തിൻ്റെ ഇതിൽ നിൽക്കുക, നമ്മളൊക്കെ ആ ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. മുമ്പ് ഒരു യുദ്ധം കഴിഞ്ഞല്ലോ ഗൾഫ് യുദ്ധം, ഇറാഖുമായിട്ടുള്ള. ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ ഇല്ലേ? ഉണ്ട്. അത് 1990-ലായിരുന്നു. 1990 നമ്മൾ ഇവിടെയുള്ള സമയത്താണ് പിന്നെ പെട്ടെന്ന് അന്ന് അറബി ചാനലുകൾ മാത്രമേ ഉള്ളൂ, മലയാള ചാനലൊന്നും ഒന്നുമില്ല. അറബി ചാനൽ. അപ്പം പലരും അറബികൾ പറയുന്നുണ്ട് കുവൈത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം കുവൈത്ത് ഇറാഖ് കുവൈത്ത് പിടിച്ചെടുക്കുന്ന അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ അവർ ഒരു സംഹാര താണ്ഡവമായിരുന്നു. കാരണം പിന്നെ കയറുക, എല്ലാ സ്ഥാപനങ്ങളും പിടിക്കുക, അപ്പം ജനങ്ങൾ കിട്ടിയൊക്കെ ഇട്ടിട്ട് ഓടുക. അപ്പം കാറ് ബാക്കി സാധനങ്ങൾ പറഞ്ഞതൊക്കെ ജനങ്ങളൊന്നും കൊള്ളടിച്ച് കൊണ്ടുപോവുക, കുവൈത്തുകളൊക്കെ അവിടെ നിന്ന് പോരുക. അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ കുവൈത്തുകളങ്ങനെ റിയാദിലേക്ക് വന്നു. അതിൽ മലയാളികളുണ്ടായിരുന്നു, ബാക്കി ഭാഷ. അപ്പം നമ്മുടെ പിന്നെ KMCCൻ്റെ അന്ന് നമ്മൾ സ്റ്റേറ്റ് ഇതിലാണ്. അതിൽ നമ്മുടെ ഒരുപാട് ആളുകളുണ്ട് അന്ന്. PVC മമ്മു, PC അലി, പിന്നെ റൌഫ് പടന്ന, അങ്ങനത്തെ കുറേ ആളുകൾ, പിന്നെ മാവൂര്, തേനിങ്ങൽ എന്നിട്ട് കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇവരെല്ലാം കൂടി ഞങ്ങൾ പിന്നെ ജനങ്ങൾക്കൊക്കെ അന്ന് ഉടുതുണി
മാത്രം ആയിട്ട് ഓടി വന്നവരാ, അവർക്ക് മറ്റ് മാറ്റാനൊന്നുമില്ല. പിന്നെ പല വീടുകൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ പോയിട്ട് അവർക്കുള്ള തോർത്ത് ഷർട്ടുകളൊക്കെ വാങ്ങിച്ചു. അപ്പം പലരും പരിചയപ്പെടുത്തുന്നത് പിന്നെ പല കമ്പനിയിൽ ഹൈ പൊസിഷനിലുള്ളവരാണ്. ഒന്നും ഇല്ലാതായിപ്പോയി, നിമിഷം കൊണ്ടൊന്നും ഇല്ലാതായിപ്പോയി. പിന്നെ അവർ പല സ്ഥലങ്ങളിൽ പിന്നെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് വല്ലതായിപ്പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവർക്ക് പലരെയും നമ്മൾ കണ്ടിട്ട്, നമുക്കൊന്നും എല്ലാവരെയും സ്പോൺസർ ചെയ്യാനുള്ള സാമ്പത്തിക കഴിവൊന്നുമില്ല, എന്നാൽ പലരെയും കണ്ടിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ ഇതൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അവിടെ മലയാളികളുടെ? ഉണ്ടെങ്കിലും കൂടി മലയാളികളിലൊക്കെ ഉണ്ട്, ഉള്ളവരൊക്കെ തരാൻ തയ്യാറാണ്. പക്ഷേ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പോക്കില്ല, ഒന്നുമില്ല. അന്ന് ലാൻഡ് ഫോൺ പല സ്ഥലങ്ങളിലുണ്ടെന്ന് മാത്രമേ. അങ്ങനെ പിന്നെ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു, അത് വളരെ കഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. അന്ന് കുവൈത്തിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ജനങ്ങൾ ഇവിടുത്തെ ജോലിനെയും കാര്യങ്ങളൊക്കെ നേരിട്ട് ബാധിച്ചു യുദ്ധം ഉണ്ട്. അപ്പം അവരെ മിസൈൽ വരല്, ഇറാഖിന് മിസൈൽ വരൽ തുടങ്ങി ഇങ്ങോട്ടും. അതായത് ഇങ്ങോട്ട് വരൽ തുടങ്ങിയല്ലോ. ഇവിടെ സ്ഥലത്തുണ്ട്. നിങ്ങൾ മറ്റേ ചാര ദബാബിലൂടെ ഒരു പള്ളിയുണ്ട്, ബത്തേല പാലത്തിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിംഗ് ഒക്കെ ഇത് കൊണ്ടത് മിസൈൽ കൊണ്ടതാണ്. പിന്നെ മിസൈൽ വല്ലതും കൊണ്ട് പലരും ഇവിടുന്ന് ഓടി. പിന്നെ റിയാദ് വരെ അതിൻ്റെ മിസൈലിന് റേഞ്ചുള്ളായിരുന്നു. ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് പോയി, കുറേ ആൾ നാട്ടിലേക്ക് പോയി. പിന്നെ കുറേ ആളുകൾ ജിദ്ദ, ദുർമ സ്ഥലങ്ങളിലേക്ക് പോയി. ചിലർ ഇവിടുത്തെ കഷ്ടപ്പെടും. അപ്പോൾ ദമാമിലും കോബാറിലെ ആളുകൾക്ക് ഇങ്ങോട്ട് റിയാദിലേക്ക് വന്നു. അപ്പോൾ കുറേ ആൾക്കാർക്ക് ജോലിയൊന്നും ഇല്ലാത്തൊരു ജോലിയാണ്, കുറേ കഷ്ടപ്പാടായി. പിന്നെ ഹോട്ടലുകൾ, പിന്നെ നാട്ടിലെന്താ അവസ്ഥ ഉണ്ടായി? നാട്ടിലും അവസ്ഥ, നാട്ടിലുള്ളവർക്കും പേടിയാണ്. പക്ഷേ എല്ലാ വാർത്തയും ശരിക്കും കിട്ടുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. ഇന്നത്തെ പോലെ എല്ലാ വാർത്തയും കിട്ടില്ല. അതല്ല, സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോണ പൈസന്റെ അളവൊക്കെ കുറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും ഓരോരുത്തർക്ക് ആദ്യ ബുദ്ധിമുട്ട്, പേടികളൊക്കെ, മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ തൊഴിലില്ലാതെ കുറേ ആൾ പോയി. പിന്നെ അങ്ങനെ അതിനെ അതിജീവിച്ചു. പിന്നെ നമ്മളൊന്നും കാരണം പോകില്ല, കാരണം നാട്ടിൽ പോയിട്ട് അവർ കാലിച്ചാക്ക ഉപ്പില്ലാത്ത ആളുകൾ നമ്മളൊക്കെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ അതിനുശേഷം വേറെ എന്തെങ്കിലും പ്രതിസന്ധികൾ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് 44 കൊല്ലത്തിൻ്റെ ഇടയിൽ? പ്രതിസന്ധി നമുക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോണ കേസ് ഉണ്ടാവും. നിത്താക്കാത്തിന്റെ സമയത്തുള്ള നിത്താക്കാത്തിന്റെ അന്ന് പറ്റിയില്ല, പക്ഷെ അന്ന് അനുഭവിച്ച കുറെ ആളുകളുണ്ട് നിത്താക്കാത്തിന്റെ ബുദ്ധിമുട്ട്. ശരിക്കും അന്ന് ആളുകൾ കുറെ പാനിക്കായിട്ട് വെറുതെ ഓടിപ്പോയതല്ലേ? ശരിക്കും പറ്റിയിരുന്നു. ചില നാട്ടുകാർ കാരണം കണ്ടെത്തി പോയവരുണ്ട്, കുറെ ആൾക്കാർ ബിസിനസ് ഉപേക്ഷിച്ച് പോയവരുണ്ട്. അവർ പേടിയാണ്, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ലാത്ത കുറെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാവായിട്ട് പോയാലും ഉണ്ട്. ഓക്കെ, ഈ 44 വർഷം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ റിയാദ് എന്ന് പറഞ്ഞ നഗരങ്ങൾ ഇവിടെ തന്നെ അല്ലേ, വേറെ അങ്ങോട്ട് മാറിയില്ലല്ലോ? ഇല്ല, ഇവിടുത്തെ നമ്മുടെ സിറ്റിക്ക് ജോലിക്ക് അനുസരിച്ചിട്ട് ഒരു ടെമ്പററി പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. അതെന്തെങ്കിലും ആവശ്യത്തിന് പോയി അങ്ങനെ അല്ലാതെ അല്ല. ഞാൻ ഒരു 93 പിന്നെ ഒരു പ്രൊജക്ട് സംബന്ധിച്ച് അൽഖർജ് പോയി താമസിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാലം അല്ലല്ല, 2-2.5 കൊല്ലം. അത് മാത്രമേ കൂടുതലായിട്ട് വിട്ടുന്നില്ലൂ. അത്രേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഈ കാലഘട്ടത്തിൻ്റെ ഇടയിലുള്ള ഈ ഒരു സിറ്റിൻ്റെ ഒരു വളർച്ച, സിറ്റിൻ്റെ വികാസം വളരെ, അതായത് നമുക്ക് പിന്നെ അന്നത്തെ പണ്ടുകാലത്തെ ജനങ്ങൾക്കൊക്കെ വളരെ ആത്മാർത്ഥം, പരസ്പരം സൗഹൃദമായിരുന്നു. സൗഹൃദം പറഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരില്ല. ഒരു മലയാളിയുടെ, ഒരു മലബാറുകാരൻ്റെ അവനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത വരുന്നത്, ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, ബസ് കിട്ടില്ല, അവർ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ അവരുടെ വീട്ടിൽ ഭക്ഷണം തരികയും അവിടെ താമസിക്കുകയും. ഞാൻ ജോലി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ താമസിക്കുന്ന സ്വഭാവം വളരെ കുറവായിരുന്നു. ഇനി വണ്ടിക്കാർക്ക് വളരെ ആത്മാർത്ഥം. കാറ് നമ്മൾ റോഡിൽ നിന്ന് കൈ കാണിച്ചാൽ വണ്ടിക്കാർ നിർത്തും, എങ്ങോട്ടാണ് പോണത് നമ്മളോട് ഇറക്കി തരും. അതൊക്കെ 80 കാലഘട്ടത്തിലധികവും. അതെ, എല്ലാ പ്രവാസികളും വരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് ഒരു 3 കൊല്ലം കൊണ്ട് നിർത്തി പോകണം, അങ്ങനെ ഒരു പ്ലാനുമായിട്ട് വന്ന ആളാണോ? അങ്ങനെയൊക്കെ വന്നത്. എത്ര കൊല്ലമായിരുന്നു പ്ലാൻ? എനിക്ക് പോയിട്ട് സ്കൂളിൽ കയറുക എന്നുള്ളതായിരുന്നു. എത്ര കൊല്ലം നിന്നിട്ട് പോകാന്നുള്ള പ്ലാൻ? ഒരു 3, അതായത് 2 കൊല്ലം ഉദ്ദേശിച്ചത് വരുമ്പോൾ. 244 ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ എത്ര ദിവസം നാട്ടിൽ നിന്നുണ്ടാവും? നാട്ടിൽ എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ കുറവാണ്. ഓരോരോ പിന്നെ കല്യാണത്തിന് പോയ സമയത്ത് ഒരു 6 മാസം തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ കുടുംബം ഇവിടെ അനുസരിച്ച് പിന്നെ ഒരു കമ്പനി അതിൻ്റെ ഫെസിലിറ്റീസ് കിട്ടിയിരുന്നു. അപ്പോൾ വർഷത്തിൽ പോകാൻ പറ്റിയിരുന്നു. അങ്ങനെ അത് നമ്മൾ 2 വർഷത്തൊക്കെ ആയിട്ടാണ് പോകാൻ. ഒക്കെ കൂട്ടിയാലും കൂടിപ്പോയാലും ഒരു 2-3 കൊല്ലം അത്ര ഉണ്ടാവുള്ളൂ. കൊറോണയുടെ സമയത്ത് നാട്ടിൽ സ്റ്റെക്കായി തോന്നുന്നില്ലേ? കൊറോണ അത് 2.5 കൊല്ലം അതായിരിക്കണം ഒരു ലോങ് ഡിസ്റ്റൻസ് വന്ന്. യെസ്, അത് നിർത്തുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് ഒരു മാർച്ച് മാസത്തിലാണ് വരേണ്ടത്. അപ്പം പലരും പറഞ്ഞങ്ങനെ ഈ
ഈ AC-യുടെ ഇതിലൂടെയാണ് കൊറോണ പടരാൻ സാധ്യത. അതുകൊണ്ട് ഫ്ലൈറ്റ് യാത്ര ഒഴിവാക്കുന്നത് നന്നാകും. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ച് കാത്തിരുന്നായിരുന്നു. ഫ്ലൈറ്റ് സ്റ്റക്കായി. അങ്ങനെ 2.5 കൊല്ലം വിസ തീർന്ന് ഇതെല്ലാം ഇതൊന്ന് അന്നത്തെ ഇവിടുത്തെ അവസ്ഥ കേൾക്കുമ്പോൾ അവിടെ നിന്ന് നന്നായി തോന്നുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ കാസർകോട്ടിട്ടായിരുന്നു ഒരാൾ, പിന്നെ ഒരാൾക്ക് എന്തോ ഒന്ന് മരിക്കല്ലേ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളെ കൊടുവള്ളി മദ്രസയിലൊക്കെ പോലീസ് അന്ന് അടിച്ച് പറഞ്ഞേക്കാണ് തുടക്കത്തിൽ. അത് എവിടെയോ ഒരു കുറവ് ഉണ്ടാകുമ്പോൾ ആരും പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രവാസ ജീവിതം 4 പതിറ്റാണ്ടിലേക്ക് കിടക്കുകയാണ്. മുന്നോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ പുറകിലോട്ട് നോക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ജീവിതം സക്സസ് ആണ്? അൽഹംദുലില്ലാ 100 വട്ടം സക്സസ് ആണ്. സക്സസ് പറഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് ഒരുപാട് ഭാഷക്കാരെ, ഒരുപാട് ദേശക്കാരെ, അവരുടെയും നാഗരികത, അവരുടെ കൾച്ചർ, അവരുടെ സ്വഭാവങ്ങൾ, അതായത് ഇന്ത്യൻ്റെ ഭാഗത്തുള്ളവർ, പിന്നെ നമ്മുടെ ഏഷ്യൻ കൺട്രി, പിന്നെ യൂറോപ്യൻസ്, പിന്നെ അതുപോലെ തന്നെ പല മേഖലയിലെ ആളുകളായിട്ട് പരിചയപ്പെടാം, അവരെ വർക്ക് ചെയ്യാനും അവരുടെ സ്വഭാവ രീതി പഠിക്കാനും അതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പലരായിട്ട്. അതോടനുബന്ധിച്ച് തന്നെ ഇവിടെ നിന്നു കുടുംബത്തോടുള്ള ഇതിൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും. അവർക്ക് നല്ല വിദ്യാഭ്യാസം അവർക്ക് ഇഷ്ടമുള്ളിടത്തോളം പഠിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴൊരു മോള് ഇറ്റലി പഠിച്ച് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആൾ BArch കഴിഞ്ഞ് MArch ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഇതൊക്കെ നാട്ടിൽ തുടർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നടക്കില്ല. അതായത് നമുക്ക് കുട്ടികളായിട്ട് അറ്റാച്ച്മെൻറ്റ് പോയി പോകും. നമ്മളെ മക്കളെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഒന്നിച്ച് നിൽക്കണം, പഠിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എഴുതി വെച്ചിട്ട് ഡോണ്ട് ഈറ്റ് ഓർ ഡ്രിങ്ക് ബിഫോർ യു പേയിങ്. അതവർ കാണുക. അപ്പോൾ നമ്മൾ പറയാം നമ്മളെ മോനെ ഇതാ എടുത്തോ ക്യാഷ് എടുത്ത്, അതവർ പഠിക്കുക. അങ്ങനത്തെ ഇവിടുത്തെ ഓരോ കൾച്ചർ കണ്ട് പഠിക്കുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കൂടുതൽ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ ജീവിക്കാനുള്ള ഒരു ഇത് കണ്ടായിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അറേബ്യൻ രാജ്യങ്ങളെ, ദുബായ്, ബഹ്റൈൻ, പിന്നെ അതുപോലെ ഒമാന്, പിന്നെ സിറിയ, ലെബനാൻ, പിന്നെ തന്നെ ജോർദാൻ പോയിട്ടുണ്ട്, ജോർദാൻ, ഫലസ്തീന്, പിന്നെ ഇസ്രായേൽ, അങ്ങനത്തെ കുറേ രാജ്യങ്ങൾ ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ അറബ് അല്ലാത്ത രാജ്യങ്ങൾ വെച്ചാൽ ജോർജിയ, അസർബൈജാൻ, പിന്നെ മലേഷ്യ, അതൊക്കെ സത്യത്തിൽ ഇവിടെയൊക്കെ നിന്നത് കൊണ്ടും ആയിട്ടുള്ളൊരു അതൊക്കെ കിട്ടിയത് കൊണ്ടൊക്കെ പോകാൻ കഴിഞ്ഞു. സാമ്പത്തികമായിട്ട് ഇതായിരുന്നു. നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് നടന്നോണമെന്നില്ല. പിന്നെ അതെ അതെ ഒരു പഠനയാത്ര, ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞതിലൊക്കെ. അപ്പോൾ നമ്മളെ ജീവിതം സക്സസ് ആയോ നോക്കലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ പ്രവാസത്തിന് ഉപയോഗപ്പെടുത്തി നിങ്ങളെ കുടുംബത്തിനും നാടിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ തീർച്ചയായിട്ടുണ്ട്. പ്രവാസത്തിന് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മളെ കുടുംബത്തിനും അല്ലാത്തവർക്കൊക്കെ നമുക്ക് ഓരോരോ രീതിയിൽ നമുക്ക് അതിൻ്റേതായ നമുക്ക് കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരിക്കൽ ഞാൻ പലരും ഓർക്കാറുണ്ട്, ഒരു ജോലി ഇല്ലാത്തപ്പോൾ ജോലി അന്വേഷിച്ച് നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊരു ഓഫീസിൽ കയറി ചെന്നാൽ അവിടെ ഒരു ഗ്ലാസ് വെള്ളം തന്നവനാ, അവിടെ ഒരു ചായ വേണമെന്ന് ചായ തന്നവൻ, അങ്ങനത്തെ ഒക്കെ നമ്മൾ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഇനിയിപ്പോൾ വെയിൽ കൊണ്ട് നമ്മൾ വണ്ടിയൊന്നും ഇല്ലാത്ത കാലഘട്ടം നടന്നു പോകുമ്പോൾ ഒന്ന് വണ്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോയിരുന്നോ ചോദിച്ചാൽ ആ വെയിലത്ത് കയറ്റിപ്പോയവൻ കാശവൻ, അത് അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ അപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്താണ് സ്ഥിതി? ഉണ്ട്, പിന്നെ ചെറിയ രീതി ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ മകവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വൈഫ് ഒറ്റയ്ക്ക്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്. റിട്ടയർമെന്റ് പ്ലാൻ വല്ലതും ഉണ്ടോ, അതല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകാനുള്ള പരിപാടിയാണോ? അതിപ്പോൾ എന്താ പറയുക, ഒരു റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കവറിലാണ് റെസ്റ്റ് എന്ന് തോന്നുക. ഇനി അതുവരെ നമ്മൾ ആക്റ്റീവ് ആകുക, നമ്മൾ ചെയ്യുന്നത് ജിമ്മ്, എക്സസൈസ്, നടത്തം, മെക്സവന്, ഇതൊക്കെ ചെയ്തുകൊണ്ട് ആരോഗ്യം അങ്ങനെ നിലവിൽ ഇവിടെ ഏതൊക്കെ സംഘടന സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകൾ ഏതൊക്കെ രീതിയിലാണ് ഈ റിയാദ് ബേസ് ചെയ്തിട്ട്? റിയാദിൽ പിന്നെ ഈ കലാസാഹിത്യ ഇതിനകത്തുണ്ട്, കസബ് പോലത്തെ പോലെ സംഗീത അതിൻ്റെ അകത്തുണ്ട്. പിന്നെ എഴുത്തുകാരുടെ കൂട്ടായ്മയുണ്ട് അതിൻ്റെ അകത്ത്. അതൊന്നും ആക്റ്റീവ് ആകുന്നില്ല, കാരണം അതിപ്പോൾ അതിനെപ്പറ്റി സമയമല്ലത്, മെമ്മറി നിൽക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പുതിയ തലമുറക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒന്നുകൂടി തന്നാൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. ഒരു പുതിയ തലമുറയോട് സഹനശക്തി, ത്യാഗം, അർപ്പണബോധം, എന്തും മറക്കാൻ ശ്രമിക്കാനുള്ള കഴിവുണ്ടാക്കുക. അതുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സത്യസന്ധതയും ഇതുണ്ടായിക്കഴിഞ്ഞാൽ അത് വിശാലമാക്കുക എന്നുള്ളതാണ്.
വിശാലമായ ഹൃദയം ഉണ്ടാകുക. മറ്റുള്ളവന് നിന്നെപ്പോലെ തന്നെയാണ് മറ്റവൻ എന്നുള്ള ആ ഒരു നബിയുടെ ഹദീസ് പറയില്ലേ, അതുപോലെ തന്നെ നീ നിന്നെ എന്ത് കരുതുന്നു അതുപോലെ നിൻ്റെ സഹോദരനെ കരുതുക എന്ന്. അങ്ങനെ നമ്മൾ കരുതുകയെങ്കിൽ അത് നമുക്കായിട്ട് സർവശക്തങ്ങളുള്ള ഒരു അനുഗ്രഹം ഒരു കഴിവ് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഈ സഹായങ്ങൾ സഹകരണങ്ങൾ എല്ലാം ഇതൊന്നും നമ്മളതല്ല. കാരണം ഞാൻ വരുന്ന സമയത്ത് പിന്നെ 100 റുപ്യ കൊടുത്താൽ 35 റിയാൽ കിട്ടിയിരുന്നു. 100 റിയാൽ എന്നൊരു വലിയ സംഖ്യയാണ്. 35 റിയാൽ അതിവിടെ വന്ന് 100 റുപ്യക്ക് 2 റുപ്യ കിട്ടും. 1 റിയാൽ 2 റുപ്യ കിട്ടും. നാട്ടിലെ 2.5. അതിങ്ങനെ കടന്ന് പിന്നെ നാട്ടിലെ മൂല്യങ്ങളും കാശിൻ്റെ മൂല്യങ്ങളും കൂടി ഇവിടെ അതിനനുസരിച്ച് ജോലികൾ കിട്ടി. പിന്നെ നമ്മൾ ഓരോന്ന് പഠിക്കുകയാണല്ലോ, ഓരോ സംഗതി പഠിക്കുക. കമ്പ്യൂട്ടറൊക്കെ ഇവിടെ നിന്ന് പഠിക്കുന്നതാണ്. എന്നാലും അങ്ങനെയാണ് ഓരോ നോളജ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ മെയിനായിട്ട് ഈ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. വൈഡായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. വലിയ സൗഹൃദം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ബന്ധപ്പെടാൻ. പ്രതിസന്ധികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രതിസന്ധികളെ നേരിടാൻ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാനുണ്ടോ? അത് നമ്മുടെ ഒഴുക്കിനെതിരെ നീന്താനാണ്. എന്തും നമ്മൾ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ചാൽ നിസ്സംശയം നമുക്കത് നേടാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചാടണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ചാടിയെത്തുള്ളൂ. എനിക്ക് ചാടാൻ കഴിയില്ല വിചാരിക്കും പാടില്ല. ആ ഒരു ചിന്ത ഉള്ളിൽ നിന്ന് വരാനേ പാടില്ല. നമ്മളെപ്പോഴും പോസിറ്റീവ് ചിന്തിക്കണം. എനിക്ക് നടക്കും, അത് കഴിയും. എന്തുകൊണ്ട് അവനത് കഴിയുന്നില്ല നമ്മൾ ആലോചിക്കാറുണ്ട്. എനിക്ക് ഒരു ഉംറക്ക് പോകണമെന്നുണ്ടെങ്കിൽ 1000 കിലോമീറ്റർ വിടുന്നുണ്ട്. എനിക്ക് മോൻ്റെ സഹായം ഒക്കെ ഉണ്ടെങ്കിൽ 1000 കിലോമീറ്റർ ഓടിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ എന്നെക്കാൾ പ്രായമുള്ള ആളുകൾ ഇവിടുത്തെ ഡൈന വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഇങ്ങനെ ജിദ്ദ, ദമ്മാം, തബൂക്കൊക്കെ പോയി വരുമ്പോൾ ഞാൻ അവരെ കണ്ട് ആലോചിക്കും, അവർക്കത് കഴിയേണ്ടത് എന്തുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല. തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് മക്കളൊക്കെ സ്കൂൾ പഠിക്കാൻ ഒറ്റയ്ക്ക് ഞാനും വൈഫും മാത്രമേ പോയി വരും. പല സ്ഥലത്ത് പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സ്വന്തം നമുക്കെന്താ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളിൽ വേണം. ഏതായാലും വിലപ്പെട്ട ഒരു സമയം കൂടെ വലിയ നന്ദി. താങ്ക് യു. ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ച നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്.